എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ SLCയുടെ ഫുള്ള് ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറി വന്നിട്ടുണ്ട് അല്ലേ. അതിൽ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പാർട്ട് 1 ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്, ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടാണോ, എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങളെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2 മാസം വെക്കേഷൻ ടൈമിൽ ഡെയിലി നമ്മുടെ ചാനൽ മാത്സിൻ്റെയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവുകൾ ക്ലാസ്സസ് ഉണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഈ ലൈവിൻ്റെ സമയങ്ങൾ എപ്പോഴാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് പെട്ടെന്ന് ആഡ് ആവണേ. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് മിസ് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇനി ആ ലിങ്കിൽ എന്തെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മിസ്സിൻ്റെ നമ്പർ മിസ് തരാം. ഈ നമ്പറിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മിസ് എന്ത് ചെയ്യും, നിങ്ങൾ ആഡ് ചെയ്യും കേട്ടോ. അപ്പം നമ്പർ ഏതാണെന്ന് വെച്ചാൽ, നമ്പർ ഇതാണ് 9526401384 ആണ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ഈ നമ്പറിലോട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുകയോ അതേപോലെ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. മിസ് എന്ത് ചെയ്യാം നിങ്ങളുടെ ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് നോക്കാവേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ സമാന്തര ശ്രേണികൾ എന്ന് നമ്മൾ എവിടെ പറയും, മലയാളത്തിൽ പറയും കേട്ടോ. അപ്പോൾ സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കി സെറ്റ് ചെയ്ത് അങ്ങോട്ട് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ മാത്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എത്രമാത്രം നിങ്ങൾ ചെയ്ത് പഠിക്കുന്നോ അത്രമാത്രം നിങ്ങൾ എന്തായിട്ട് മാറും, മാത്സ് പുലികളായിട്ട് മാറും അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഡെയിലി ഓരോ ചാപ്റ്റേഴ്സിൻ്റെ കുറേ കാര്യങ്ങളും അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് വരും. അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് ആഡ് ആവാനും മറന്നു പോകരുത് കേട്ടോ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ആണ്. അപ്പോൾ നമ്മൾ 8ലും അതേപോലെ 9ലൊക്കെ സർക്കിൾസിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് കാര്യങ്ങളുണ്ട്, അതേപോലെ പഴയ ചാപ്റ്ററിൽ നിന്നും കുറേ കാര്യങ്ങൾ ഇങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ആണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരുപാടൊന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, ചെറിയ കണ്ടന്റ് കൂടി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ പേടിക്കാൻ മാത്രം ഒന്നും മാത്സിൻ്റെ ടെസ്റ്റിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല കേട്ടോ. ഇനി മൂന്നാമത്തത് അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൽജിബ്രയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ചാപ്റ്ററിലായിരുന്നു. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കണ്ടന്റ് ആണ്. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പേടിക്കാനില്ല, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, അതേ ചാപ്റ്റർ തന്നെയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അടുത്തത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ആറാമത്തെ ട്രിഗ്നോമെട്രി ആണ് കേട്ടോ. 7 കോർഡിനേഴ്സ് ആണ് ചാപ്റ്റേഴ്സ് വന്നേക്കുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്പർ പാറ്റേൺ ഉണ്ട്, പിന്നെ അതേപോലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്താ പറയുക, മെയിനായിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് റൂൾസും കാര്യങ്ങളും അങ്ങനെയൊക്കെ അങ്ങ് ചാപ്റ്റർ പോകുന്നു കേട്ടോ. ഓക്കെ, പ്രോബ്ലംസ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇങ്ങോട്ട് വന്നേക്കാണ് കുറേ കേട്ടോ. പൊസിഷൻ ആൻഡ് ടൈം ഉണ്ട്, അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ചേഞ്ചസ് ഓഫ് പൊസിഷൻ ആൻഡ് ടൈം, ഇതും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഇത് തന്നെ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, വലിയ ലെങ്ത് ഒന്നുമില്ല, അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് വെച്ചാൽ തീരെ അറിയാത്ത ആർക്കും പെട്ടെന്ന് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലായിട്ട് കണക്ഷൻസ്, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കി ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓരോ ദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അന്ന് തന്നെ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി പഠിക്കുക. അതേപോലെ മനസ്സിലാത്ത കാര്യങ്ങൾ അപ്പം ചോദിച്ച് പഠിക്കുക കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്, ഇല്ലാന്നില്ല, ചില കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൽ. ഇനി സർക്കിൾസ് ആൻഡ് ആംഗിൾ ആണ്. അപ്പോൾ സർക്കിൾസിൻ്റെ കുറേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചെറിയ കാര്യങ്ങൾ പോലും ഇതിൽ ആദ്യം തന്നെ പഠിച്ചു പോകേണ്ടതുണ്ട്. എന്നിട്ട് വേണം ഈ ചാപ്റ്ററിലോട്ട് ഗ്രാൻഡായിട്ട് പോകാൻ കേട്ടോ. കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് വന്നിട്ടുമുണ്ട് കേട്ടോ. കുറച്ച് ലെങ്ത് ഉള്ള ചാപ്റ്ററാണ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. കുറച്ച് ലെങ്ത് ഉണ്ട്, പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അതെടുത്ത് പറയാമെന്ന്. സർക്കിൾസ് എന്ന് പറയുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമുക്ക് നന്നായിട്ട് അറിയെങ്കിൽ തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലവും അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സർക്കിൾസ് ആൻഡ് കോഡിലേറ്ററൽ ഇതിന്നൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരലുണ്ട്, പക്ഷേ സിമ്പിളാണ്, വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിരിക്കും. നമ്മൾ റൂൾസ് മനസ്സിലാക്കി, മിസ് പറഞ്ഞുള്ള റൂൾസ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്തും മാത്സ് സിമ്പിളാണ് അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം ഈ ഒരു ചാപ്റ്ററിൽ കിടക്കുന്നത് കേട്ടോ.
അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് ഡെയിലി ലൈവ്സ് ഉണ്ടല്ലോ അല്ലേ, അപ്പം ഡെയിലി ലൈവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. ഓക്കെ, താങ്ക് യു.